തുലാവർഷം എത്തിയതോടെ കേരളത്തിൽ മഴയും വ്യാപകമാകുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കേരള കാലാവസ്ഥാ വകുപ്പിൻ്റെ ഡയറക്ടറായ നീത കെ ഗോപാലാണ്. മാം, തുലാവർഷം എത്തിയിട്ട് 3 ദിവസമായതേ ഉള്ളൂ, പക്ഷേ വ്യാപക മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിലെ ഒരു മഴ? എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഇന്നിപ്പം പുലർച്ചെ ഇടുക്കിയിലൊക്കെ തന്നെയും ഒരു ഉരുൾപൊട്ടലടക്കം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിലെ മഴ, അല്ലെങ്കിൽ വരും മണിക്കൂറിലെ മഴയുടെ ഒരു തോത് എങ്ങനെയായിരിക്കും? ഈ പ്രാവശ്യം കാലവർഷം തുടങ്ങിയത് നല്ല മഴയോടുകൂടി തന്നെയാണ്. തുടങ്ങിയ അന്ന് മുതൽ അതിശക്തമായ മഴയും ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയാണ്. പല സ്ഥലങ്ങളിലും ഫ്ലാഷ് ഫ്ലഡ്, അതായത് മിന്നപ്രളയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞത്. അല്ലാതെ തന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് മഴയുണ്ട്. പിന്നെ തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണല്ലോ ഇടിമിന്നലോടുകൂടിയുള്ള അതിശക്തമായ മഴ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള ഈ ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ മിന്നപ്രളയം, ഇടുക്കിയിൽ വീടുകളൊക്കെ വെള്ളത്തിനടിയിലായി, അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മളിന്ന് കണ്ടു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദമുണ്ട് ലക്ഷദ്വീപിനും കേരളത്തിനിടയിലുള്ള സ്ഥലത്ത്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ തെക്കൻ തീരത്തോട് ചേർന്ന് ഒരു ന്യൂനമർദ്ദ ഒരു അന്തരീക്ഷ ചുഴിയുമുണ്ട്. അപ്പോൾ ഈ 2 സിസ്റ്റങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും മഴയ്ക്ക് അനുകൂലമായുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ അറബിക്കടലിലെ സിസ്റ്റം കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്ന 48 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമാവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അത് പടിഞ്ഞാറേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കേരളത്തിന് അതുകൊണ്ടുള്ള നേരിട്ടുള്ള ഇമ്പാക്റ്റ് കുറവായിരിക്കും. പക്ഷേ ഈ നിലവിലിപ്പോൾ ഈ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിപ്പം നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് പ്രകാരം 24-നാണ് ബംഗാൾ ഉൾക്കടൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിരുന്നത്. അപ്പം ഈ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴി വലിയ മഴ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? ഈ തമിഴ്നാട് തീരത്തിൻ്റെ അടുത്തുള്ള ചക്രവാത ചുഴി നമ്മളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ 24-ന് ന്യൂനമർദ്ദം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ആ ഒരു ന്യൂനമർദ്ദ ചുഴി ഈ നമ്മുടെ മലാക്ക സ്ട്രേറ്റിനടുത്ത്, അതായത് സൗത്ത് ആൻഡമാൻ സീക്ക് അടുത്ത് ഇന്നത് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചെറിയ ഇതുപോലുള്ള ചുഴികൾ രൂപപ്പെടും. അതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് ഇൻറ്റൻസിഫൈ ആവും. അതാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും കുറേ അധികം നമ്മളുടെ ഈ പറഞ്ഞ ചുഴികളുടെ ഒരു നിരയുണ്ടല്ലോ, അതിൻ്റെ ഒരു മിറർ ഇമേജ് എന്ന പോലെ, അല്ലെങ്കിൽ പ്രതിബിംബം എന്നുള്ളത് പോലെ ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. അപ്പോൾ ഈ 2 ഈ ദക്ഷിണാർദ്ധഗോളം ഉത്തരാർദ്ധഗോളത്തിലുള്ള ഈ ചുഴികൾ തമ്മിലൊരു മത്സരം പോലെ ഉണ്ടാകും. അപ്പോൾ ചിലത് ഇൻറ്റൻസിഫൈ, ചിലത് നശിച്ചു പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അനാലിസിസ് പ്രകാരം ദക്ഷിണാർദ്ധഗോളത്തിലെ സിസ്റ്റങ്ങൾ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിച്ച് എന്താ പറയുക, സൈക്ലോണിനേക്കാളും അതിശക്തമായ സൈക്ലോണുകളൊക്കെ ആവാനുള്ള സാധ്യതയാണ്. പക്ഷേ നമ്മളുടെ ഇവിടെ ഡിപ്രഷനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് വരെയൊക്കെയുള്ള ഇപ്പം നമ്മൾക്ക് അനുമാനിക്കാൻ പറ്റിയിട്ടുണ്ട്. നിലവിലിപ്പോൾ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ള ഒരു ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. അത് ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ ഏത് തരത്തിലായിരിക്കും അലേർട്ടുകൾ മാറുന്നത്? ഇന്ന് മധ്യ കേരളത്തിലെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒന്ന് ഇന്നലത്തെ മഴയും അതിൻ്റെ ഇമ്പാക്റ്റും കണക്കാക്കണം. പിന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്ന മഴയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് മീൻപിടുത്തക്കാർക്കുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് അടുത്ത 5 ദിവസത്തേക്കുണ്ട്. ഇടിയോടുകൂടി ഉള്ള മഴയ്ക്കാണ് 5 ദിവസത്തേക്ക് നമ്മൾ വാർണിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെ ന്യൂനമർദ്ദമായിട്ടുണ്ട്. 24-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 7 ദിവസത്തെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ആഴ്ചയിലൊക്കെ തന്നെയും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? അതെ, കാരണം നമ്മുടെ സീസണൽ ഫോർകാസ്റ്റ് ഓർമ്മയുണ്ടാകുമായിരിക്കും. നമുക്ക് സാധാരണ കൂടുതൽ മഴ കിട്ടും ഈ വടക്ക് കിഴക്കൻ കാലവർഷകാലത്തു നിന്നാണല്ലോ ഫോർകാസ്റ്റ്. അപ്പോൾ അത് സാധാരണ അങ്ങനെ മഴ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒന്നുകിൽ ചുഴികൾ അല്ലെങ്കിൽ ന്യൂനമർദ്ദങ്ങൾ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല മഴയുള്ളൊരു വരും ആഴ്ചകളാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും ഒരു ന്യൂനമർദ്ദം, അതിനൊപ്പം തന്നെ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വരും മണിക്കൂറിൽ വ്യാപകമായി തന്നെ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വ്യാപകമായി അല്ലെങ്കിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടറിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്.